സാറിന് ഇഷ്ടപ്പെടുന്ന വേറൊരു പാട്ട് ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളും ഇല്ലെങ്കിൽ പൊതുവിൽ ഇഷ്ടങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാറിന് ഇഷ്ടപ്പെടുന്ന വേറൊരു പാട്ട് പറയാവോ? ഈ നമ്മൾ അധികം സംസാരിച്ചിട്ടില്ലാത്ത അത് ഭക്തിയാരൊക്കെ നിലാവേ വാ ഗംഭീര ഹിറ്റാണ് രമേശ് നായർ. അത് യേശുദാസിനെ പോലെയുള്ള ഒരു മഹാനായ ആള് ശബരിമലയ്ക്ക് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു വികാരം, ഒരു പാട്ടുകാരനാണെന്നുള്ളതാണ് അങ്ങനെ വ്യാഖ്യാനം. അത് എഴുതിയ ആളുടെ ഒരു പാട്ടുകാരൻ പമ്പയിൽ പോയിട്ട് വിരിയിച്ച് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായ ചില കാര്യങ്ങൾ പാട്ടായിട്ട് രൂപപ്പെടുത്തുക. ഉറങ്ങി എടുക്കുമ്പോൾ സ്വപ്നം കാണും പരിപൂർണമായിട്ട് ചന്ദ്രൻ, നല്ല പൂർണ്ണചന്ദ്രനെ കണ്ട് പകൽ പോലെ കിടക്കുക. അവിടെ കിടക്കുമ്പോൾ ഓർമ്മയിൽ ഒരാൾ വന്നിട്ട് മോനെ ഒരു പാട്ട് പാടുമെന്ന് പറയാ. അപ്പോൾ ഹരിവരാസനം പാടുള്ളൂ. അതിൻ്റെ ഔചിത്യം ആലോചിക്കോ. സ്വാമിയാണെന്നുള്ളതും ഈ ഇത് യേശുദാസാണെന്നുള്ളതും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആൾ ഹരിവരാസനം പാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കരിമ്പഴൊക്കെ എടുത്ത് പൂടി പോപ്പിച്ച് തൊണ്ടയിലൊക്കെ തടവി തൊണ്ടയിലേക്ക് കുറച്ച് അമൃതം കുറിച്ച് കൊടുത്തു. വായ തുറക്കാൻ പറഞ്ഞു. വായ തുറന്നു അമൃതം ഇനി പാടൂ എന്ന് പറയുമ്പോൾ ശ്രുതജനപ്രിയം ചിന്തിതപ്രദം എന്നുള്ള രാഷ്ട്ര സ്റ്റാൻസ് പാടി. അത് കഴിഞ്ഞിട്ട് കണ്ടു പറഞ്ഞപ്പോൾ ആരും കാണാനില്ല. അത് സ്വാമി അയ്യപ്പനായിരുന്നു. അല്ലെങ്കിൽ സ്വാമി അടുത്ത് വന്നു എന്നാണ് എൻ്റെ ഉദ്ദേശം. ആ പാട്ടിൻ്റെ വ്യാഖ്യാനം വരുമ്പോൾ ഇതാണ്. അപ്പം അങ്ങനെ ഒരു പാട്ട് ഭക്തിഗാനമേളയ്ക്കൊക്കെ ധാരാളം അവസാനത്തെ ദേശീയഗാനം പാടിമാരി ഹരിവരാസനം പഠിച്ച ആൾക്കാർക്ക് പോകും. അല്ല എനിക്ക് നല്ല അനുപാട് ഈ പാട്ട് പാടാൻ ആൾക്കാർ അപ്പം എണീക്ക് ജനഗണമന പാടിമാരി ഈ ഹരിവരാസനം കേട്ടപ്പോൾ അവരുടെ അവർക്ക് തന്നെ അറിയാം. അപ്പോൾ ആ അയ്യപ്പൻ്റെ തരംഗിണിയുടെ ഒരു ദേവസ്വൻ്റെ ഒരു പാട്ടാണ് എല്ലാം സ്വാമിക്കായി എന്നൊരു ആൽബം. അത് രമേശ് നായർ ഞാനും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലത്തെ ഒരു പാട്ട് ദാസേട്ടൻ പാടിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഭക്തിഗാനങ്ങൾക്കൊക്കെ സ്ഥിരം പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആളും കച്ചേരിക്ക് തുക്കടയുടെ രീതിയിൽ വരുമ്പോൾ അവസാനം ഇതൊക്കെ പാടുന്നുണ്ട്. നിലാവേണോട്ടോ കോൺട്രാക്ട് എടുക്കുമ്പോൾ ആൾക്കാർ പറയും അത് വേണം, അത് വേണമെന്ന്. അങ്ങനെ ഒരു ജനങ്ങളുടെ ഉള്ളിൽ ചേർത്ത് വെച്ചൊരു പാട്ടത്. നിലാവേ വാ ഈ പമ്പാ തീരത്ത് വിരിവെച്ചു താ എല്ലാം മറന്നു ഞാനിരുന്നോട്ടെ എൻ്റെ വില്ലാളി വീരനെ കണ്ടോട്ടെ. നിലാവേ വാ ഈ പമ്പാ തീരത്ത് വിരിവെച്ചു താ എല്ലാം മറന്നു ഞാനിരുന്നോട്ടെ എൻ്റെ വില്ലാളി വീരനെ കണ്ടോട്ടെ. വെള്ളി കുത്തിയ നീലാകാശം പുലിയായിറങ്ങുന്നു. പൂനിലാവ് പുലിപ്പാലാകുന്നു. ലോകദുരിതങ്ങളൊഴിയുന്നു. ആളറിയാതെൻ്റെ അരികിൽ വന്നവനൊരു ഗാനം പാടാൻ പറയുന്നു. ഞാൻ പാടുന്നു. ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാദുകം അരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. നിലാവേ വാ ഈ പമ്പാ തീരത്ത് വിരിവെച്ചു താ എല്ലാം മറന്നു ഞാനിരുന്നോട്ടെ എൻ്റെ വില്ലാളി വീരൻ കണ്ടോട്ടെ. പാടിത്തീരും മുമ്പേ ഭഗവാൻ പാവമൻ വിരിയിലുറങ്ങുന്നു. നീലക്കരിമ്പടം പുതപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ പുണ്യം അറിയുന്നു. ഞാൻ അറിയാതെൻ്റെ ഗാനത്തിൽ ഈശ്വരൻ തേനിൻ സുഹൃതം നിറയ്ക്കുന്നു. ഞാൻ പാടുന്നു. ശ്രുതജനപ്രിയം ചിന്തിതപ്രദം ശ്രുതിവിഭൂഷണം സാധുജീവനം ശ്രുതിമനോഹരം ഗീതലാലസം ഹരിഹരാത്മജം ദേവമാശ്രയേ. ഹരിഹരാത്മജം ദേവമാശ്രയേ. ഹരിഹരാത്മജം ദേവമാശ്രയേ.
ആദ്യം ദേവരാജ മാസ്റ്റർ അടുത്ത് ചെല്ലുന്നുണ്ടല്ലോ, എന്നിട്ട് അവിടെ നിൽക്കണ്ട എന്ന് പറയുന്നത് എന്ത് കാരണം കൊണ്ടാണ്? പിന്നീട് ഇവിടെ ഒന്ന് പഠിക്കാൻ പറയുന്നത് എന്തുകൊണ്ടായിരുന്നു? അവിടെ നിന്ന് കേടുവരുള്ളൂ. ഉം. ഇങ്ങനെ അത് ആളുള്ള അനുഭവമുണ്ട്. കുറേ പാട്ടുകാരൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ അവിടെ എന്തൊക്കെയോ ചെയ്തിട്ടല്ലോ. ഉം. അപ്പം അങ്ങനെ ആകാൻ പാടില്ല എന്നാണ് ആളുടെ ഉള്ളിലത്തെ എന്നെ. ഉം. അങ്ങനെ ഞാനാകാൻ പാടില്ല. അത് സ്റ്റഫ് ആൾക്ക് മനസ്സിലായി. ആളെ കുറിച്ചുള്ള ഒരു ധാരണ പെട്ടെന്ന് പിടികിട്ടല്ലോ. അങ്ങനെ കിട്ടിയതുകൊണ്ട് ഇതങ്ങനെയായി ശരിയാവില്ല എന്ന് ആൾക്ക് തോന്നി കാണണം. ഓ. അപ്പോൾ ആ ഉപദേശം സ്വീകരിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നു. വൈദ്യഭാഗയുടെ അടുത്ത് പോയി പഠിക്കാൻ പറഞ്ഞു. പുഷ്പഗിരി വൈദ്യ എന്ന് പറഞ്ഞൊരു തൃശ്ശൂർ ഒരാളുണ്ട്. അദ്ദേഹം നല്ല അസാധ്യത്തിൽ പഠിപ്പിച്ചു തരുന്ന ആളാണ്. നീ അവിടെ പോയി ചേരും. ഞാൻ വൈദ്യഭാഗയോട് പറയുകയും ചെയ്തു. ഞാൻ പക്ഷേ അങ്ങനെ പറഞ്ഞ് പേര് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എന്നുകൊണ്ട് ഞാൻ അവിടെ ഒരു 3-3.5 കൊല്ലത്തോളം അവിടെ പോയി. കൃതികളും ഒരുപാട് പുതിയ പുതിയ സാധനങ്ങൾ. ഈ ത്യാഗരാജ സ്വാമിയുടെ കൃതി തന്നെ എത്രയുണ്ട് പറയാം. അതൊന്നും ഒരു 100 കൃതി പോലും അറിയുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇവർക്കറിയാം. ഗംഭീര ആളായിരുന്നു. ഇപ്പം നമ്മളോടൊപ്പം ഇല്ല. കാവാല ശിവകുമാരൻ്റെ ഗുരുനാഥനാഥ. അല്ല, അങ്ങനെയാണ് പോയി പഠിക്കാണ്ടായേ. ദേവരായ മാഷ ഉപദേശമാണ് വഴി തെറ്റി പോകാതിരിക്കാനും. എന്തെങ്കിലും ആകണമെങ്കിൽ നീ ഇവിടെ നിന്ന് ശരിയാവില്ല എന്ന് ആൾക്ക് തോന്നി. അല്ലെങ്കിൽ അത് പറഞ്ഞ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അന്ന് മനസ്സിൽ പാട്ടുകാരനാവണമെന്നായിരുന്നു ആഗ്രഹം. പാടാനാ പോയേ. ദേവരായ മാഷക്ക് അന്ന് പാടിയല്ലോ. പാടി കൊടുത്തത് ഞാൻ ഉണ്ടാക്കി പാട്ടാ അന്ന്. റിക്ഷാവാല സിനിമയ്ക്കല്ലേ. അല്ലാതെ ആള് അല്ലാതെ എന്നെ കൊണ്ട് പാടിച്ചു വേറെ പാട്ടുകളെ. ആ പാടി കേട്ടപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു പാട്ട് അന്ന് കൊടുത്തേ 65-ലേ. അന്ന് കൃഷി തുടങ്ങിയിട്ടുണ്ടെന്ന് അർത്ഥം. ഇതിൻ്റെ ഈ പരിപാടി നാടകത്തിലൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ ഒരു കൂട്ടത്തിൽ ഇങ്ങനെ പാട്ട് പാടിയപ്പോൾ ആള് സ്റ്റഫ് മനസ്സിലാക്കുക, ആളെക്കുറിച്ച് മനസ്സിലാക്കാത്തത് വളരെ കാര്യമാണ്. പിന്നെ ഗ്രൂപ്പ് കോർസ് ഓണാഘോഷ പരിപാടിക്ക് പത്ത് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പാട്ടുകാർ സുഗുണാനന്ദൻ, ആലപ്പി സുഗുണാനന്ദൻ, തിരൂർ റഹ്മാൻ, അങ്ങനെ കുറേ പാട്ടുകാരുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും എൻ്റെ ബ്രദർ ഒരാളുണ്ടായിരുന്നു. അയാൾ മരിച്ചു വേടും. ഞങ്ങൾ പാടി. അന്ന് അതിലൊരു തൊഹേറ ഒരു വിരുദ്ധ ഭാഗമുണ്ട്. അത് ഇയാൾ പാടുന്ന പറഞ്ഞു സോളോ. അത് എന്നെ കൊണ്ടാണ് പാടിച്ചത്. മാനവധർമ്മം വിളംബരം ചെയ്യുന്ന മാവേലി നാടിൻ മധുര ശബ്ദങ്ങളെ നീതിശാസ്ത്രങ്ങൾ തിരുത്തിക്കുറിക്കുവാൻ നീളെ തുടിക്കും പ്രതിജ്ഞാങ്കുരൻ. ആ ആ ആ ആ നിങ്ങളീ സംഗീത നൃത്തരംഗങ്ങളിൽ ഞങ്ങൾക്കു നേരുന്നു മംഗളാശംസകൾ. ഇത് സോളോ എന്നെ കൂടെ പഠിച്ചത്. അത് ജീവിതത്തിൽ മറക്കുമോ? നമ്മളത് ജീവിതത്തിൽ മറക്കില്ല. നമ്മുടെ ആ ഒരു ബ്ലെസ്സിങ് നല്ലവണ്ണം എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അത് അനുഭവിച്ചറിയാമെന്നല്ലാണ്ട് പറഞ്ഞ് മനസ്സിലാക്കിയ ആൾക്കാർക്ക് മനസ്സിലാവില്ല. പറഞ്ഞ് മനസ്സിലാക്കാൻ പാടില്ല. നമ്മുടെ അനുഭവം നമ്മുടെ ഉള്ളിലിരുന്നാൽ മതി. ഓരോ പാട്ട് ചെയ്യുമ്പോഴും ആൾക്കാർ സ്വീകരിക്കുന്നതിനപ്പുറത്തേക്ക് ശരിക്കും മനസ്സിലാക്കിയെടുക്കുമ്പോൾ ദേവരാജ മാസ്റ്ററേക്ക് ഓർക്കുമോ സാറേ? ദേവരാജ മാസ്റ്റർ ഓർക്കാണ്ട് ഒരു കാര്യം ചെയ്യാറില്ല. രാഗമാഷയും അത് രണ്ടുപേരും അവരുടെ ചെയ്യുന്ന കാര്യങ്ങളെ ഈ ഫോക്ക്ലോർ എന്ന് പറഞ്ഞ ആ സാധനത്തിലേക്ക് വരുമ്പോൾ രാഗമാഷ്ടം ധ്യാനിച്ച് മനസ്സിൽ അദ്ദേഹം ഉണ്ടാക്കിയ പാട്ടൊക്കെ പരിശോധിച്ച് അതൊക്കെ കേൾക്കും. അതിൻ്റെ വഴികൾ ആ രാഗത്തിൽ ഈ രീതിയിൽ മാറ്റി ഇങ്ങനെ മനസ്സിലാവാത്ത രീതിയിലാക്കുന്നതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അതാണ് വീണപൂരത്തെ പുള്ളൂർ പാട്ട് അങ്ങനെ വന്നത്. പുള്ളൂർ പാട്ട് വീണപൂര് ഞാൻ ചെയ്തതേ ആ ദാസേട്ടനെ കൊണ്ട് ശബ്ദം മാറ്റിച്ച് പാടി എന്നുള്ള ഏക പാട്ട്. ഇത്ര ആയിരം പാട്ട് പാടിയ ആൾക്ക് ഒരു പാട്ടേ ഇത്തരത്തിലുണ്ടാക്കിയുള്ളൂ. ഗണപതിയോ ശിവനും വാണീ ദേവിയും തുണയരുളയണമെന്ന് സൽക്കഥ ചൊല്ലുവാൻ കനിവാസത്തിലെ ആയില്ലെന്നാളിൽ പന്നകറാടിയാം കദ്രൂപത്തുണ്ടായ ശ്രേഷ്ഠനാനന്ദനും വാസുകീതക്ഷകൻ കാർഗോടകൻ തൊട്ടുള്ള 1000 നാഗങ്ങൾ. ഇത് സുഖമായിട്ട് പാടുമ്പോൾ ദാസേട്ടൻ്റെ രീതിയിൽ സുഖമായ ശബ്ദത്തിൽ പാടുക. ഗണപതിയും ശിവനും വാണീ ദേവിയും തുണയരുളയണമെന്ന് സൽക്കഥ ചൊല്ലുവാൻ എന്നല്ലേ വരുള്ളൂ. അങ്ങനെയല്ല പുള്ളമാർ പാടുക. പുള്ളമാർ വീടുവിടാതെ ചെന്ന് പാടുമ്പോൾ അവരുടെ എവിടെ മുറിക്കാം, എവിടെയാണ് ഈ അക്ഷരങ്ങൾ മുറിഞ്ഞാൽ അപകടമാകുക എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയാത്തതുകൊണ്ട് അവരിങ്ങനെ അവരുടെ തൊഴിൽ ദാനമായിട്ട് അവരുടെ തൊഴിലാണത്. പുള്ളവന്മാർ വീട് വിടാൻ തന്നെ പോയി പാടുമ്പോൾ അവരൊരു
സംഗീതം പഠിച്ച ആൾക്കാരല്ലേ പാടുന്നേ. അപ്പോൾ അവരെ ഒരു ശീലിൽ അവർ പാടുന്നു, ഒരു ട്യൂണിൽ അവർക്ക് കിട്ടിയൊരു ഈണം. അപ്പോൾ വരുമ്പോൾ ഉണ്ടാവുന്ന രീതി ഇങ്ങനെയാണ് വരുള്ളൂ. ലോഹിദാസന്റെ ഭൂതക്കണ്ണാടി വിദ്യാര മാസ്റ്റർ ഒരെണ്ണം പാടിയിട്ടില്ലേ? ജോൺസന്റെ മ്യൂസിക്. അതെ, ജോൺസന്റെ പേരിലാണ്. മാസ്റ്ററാണോ ചെയ്തത്? അതെ, അത് എന്നെ പറഞ്ഞ് എനിക്ക് 3 ദിവസം കാത്തിരുന്നവൻ അവിടെ മഹാറാണിയിലെ. ചേട്ടാ എപ്പോഴാണ് വരാൻ ചാവുന്നു, ഞാൻ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നമ്മൾ ഈ കാസറ്റും ഭക്തിഗാനമായിട്ട് ഒരുപാട് കാലമായിട്ട് തല്ല, ഇങ്ങനെ കുറേ കാലമായിട്ട് അത് തന്നെ പണി. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് പോയിട്ടില്ല, എന്നെ അന്വേഷിച്ച് വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ചേതനയിൽ ഒരു 10 പാട്ട് പണിയെടുക്കുക, ഗുരുവായൂർ വേണമെന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് 2-3 പാട്ട് കൂടി കഴിയാണ്ട്. അപ്പോൾ വിളിച്ചപ്പോൾ അത് കഴിഞ്ഞിട്ട് സൗകര്യപോലെ 3 ദിവസം കൂടി കഴിച്ചിട്ട് വന്നാൽ മതി, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ചേട്ടനെ കാത്തിരിക്കാൻ പറഞ്ഞിട്ടാ. അങ്ങനെ കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ മഹാറാണിയുടെ ആളുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇട്ട് തന്നു ഒരു പേജ് കടലാസിൽ നിറച്ച് കഥ എഴുതിയ മാതിരി കണ്ടമാനം എഴുതിയിട്ടുണ്ട്. ആ പേപ്പർ നിറച്ചാ ഒരു ഷീറ്റ് നിറച്ച് എഴുതിക്കുക. ഇതൊന്ന് പണ്ടാറങ്ങാൻ പറഞ്ഞാൽ തന്നു. എന്തെങ്കിലും 2-3 ഫീമെയിലിനെ പാടാനുള്ള ആൾക്കാർ കൊണ്ടിട്ടുണ്ട് എഴുതിയിട്ടുണ്ട്. അതിലേത് ശബ്ദം വേണ്ടെന്ന് നോക്കി എടുത്തോളാം പറഞ്ഞു. എന്നിട്ട് ഇയാൾ അടുത്ത മുറി പോയിരിക്കുക. അത്ര ബന്ധമായിരുന്നു ഞാൻ ജോൺസായിട്ട്. എന്നിട്ട് നമ്മൾ ശരിയാ ഏകദേശം രൂപ ആയിട്ടാ പറഞ്ഞു, എന്നപ്പോൾ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് ഓർമ്മയുണ്ടോ വരി? പുള്ളോമാരുടെ ശീലകൾ അവർ പാടുന്നത് തന്നെ എടുത്ത് എഴുതിയെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയാം. അങ്ങനെ ഉണ്ടാക്കി ജോൺ നല്ല പാട്ടുകൾ അതിൽ കുറേ ഉണ്ട് ബുധനാടിൽ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു പാട്ട് മമ്മൂട്ടിയുടെ വീട്ടിൽ ഞാൻ തന്നെ അഭിനയിക്കണമെന്ന്. ഞാനിത് പാടി കഴിഞ്ഞപ്പോൾ പുള്ളോമാർ പാടില്ല, പുള്ളോമാർ 4-5 ആൾ അവിടെ ഉണ്ട്. എന്നിട്ട് അവർ കുറേ ക്രാങ്ക് ചെയ്തു യേശുബനെ അന്നേ. അപ്പോൾ വേണു തലകെട്ട് വേണു ക്രെയിനാണിട്ട് ഞാൻ വന്നപ്പോഴേ വെറുതെ പറഞ്ഞു മാഷ് എവിടെയാന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ഇത് പാടാടി വെറുതെ 1500 അടി ഇപ്പം പോയി. ഇനി പുലിവാലുണ്ടാക്കണ്ട, ഇനി ആളെ എവിടെയെങ്കിലും കണ്ടുപിടിച്ച ആൾ പറയാൻ പറയും. അത് ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് നിർത്തി. എന്നിട്ട് ഞാൻ വന്നിട്ടാണ് ആ ഭാഗം ഞാൻ അഭിനയിക്കുന്നത് മമ്മൂട്ടിയുടെ വീട്ടിൽ, പുള്ളത്തിൻ്റെ വീട്ടിലായിട്ട്. അഷ്ടദാഗങ്ങളെ കെട്ടി പുണരും അന്നിൽ എന്നാണ് ആ പാട്ട്. എത്ര കാലം മുമ്പുള്ള. അതെ, ഒരുപാട് സിനിമകളിൽ ഇതേപോലെ പാടിയിട്ടുണ്ട്. അടയാളങ്ങളുണ്ട്. എന്റെ ഗ്രാമം കൽപ്പാതാറ് ചെയ്യുമ്പോൾ അന്നൊരു പുള്ള പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ദാസേട്ടനും പഴയ അമ്പിളിയും പാടിയിട്ടുള്ളത്. അത് ഞാൻ അഭിനയിച്ചു, ഇത് അഭിനയിച്ചു, അടയാളങ്ങൾ അഭിനയിച്ചു, നിവൃത്തിയില്ല. അത് പാടിക്കഴിഞ്ഞാൽ പുള്ളമാർ വിളിച്ചു കൊണ്ട് ചെയ്യാൻ പറ്റാറ്. അവർ പാടുന്ന വരികളാണ്, പക്ഷെ അവർ പാടുന്നതല്ലല്ലോ ഇത്, വ്യത്യാസമല്ലേ. അപ്പം എന്തായാലും അവർ പാടുന്നത് സിംഗ് ഔട്ട് ആവില്ല, ശരിയാവില്ല. അങ്ങനെയാണ് നമ്മുടെ ജോൺസണൊക്കെ ആയിട്ട് ഞാൻ അത്ര ബന്ധമായിരുന്നു. ഈ നമ്മൾ നേരത്തെ സംസാരിച്ച സമയത്ത് ഈ ജോൺസൺ മാഷിന്റെ BGM ഉത്തരത്തിൽ പടം തുടങ്ങുന്നത് മുതൽ അവസാനം വരെ ഗംഭീര അസാധ്യമാണ്. അപ്പം അതുപോലെ കവനം ചെയ്തത് എത്ര പടങ്ങളാണ് എൻ്റെ പടം റീ റെക്കോർഡിങ് ആൾ ചെയ്തിട്ടുള്ള ഒരു വല്ലാത്തൊരു സംഭവം. ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ഡിസിഷനായിരുന്നു സത്യം. അറിവും ഭാഗ്യമില്ലാത്തൊരു മനുഷ്യനായി പോയി. കാരണം കുറച്ച് കാലം ജീവിക്കാൻ വരാണ്ടേ. എത്ര കാര്യങ്ങളാണ്. നാഷണൽ അവാർഡ് 2 നാഷണൽ അവാർഡാണ് കിട്ടിയിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെൻറ് അവാർഡ് വേറെ. അല്ല മിടുമിടുക്കാനായിരുന്നു. അങ്ങനെയൊക്കെ ബന്ധം. ഞാനൊക്കെ ഈ കൽപ്പാത്തകാലം ചെയ്യുമ്പോൾ അതിൻ്റെ ഓർക്കസ്ട്രേഷൻ്റെ കാര്യത്തിന് ചാർജ് അന്ന് പടം ചെയ്തിട്ടില്ല. ഇൻഡിപെൻഡൻറ്റ് പടം ചെയ്തത് ഞാൻ ആദ്യം ചെയ്തു. ആ കൊല്ലം സ്വതന്ത്രമായിട്ട് പടം ചെയ്തത് ജോൺസൺ. പിന്നെയാണ് ഈ രവിചേട്ടൻ ചെയ്യുന്നത്. അപ്പോൾ വിദ്യാധരൻ ജോൺസൺ രവീന്ദ്രനാണ് അങ്ങനെ ഓർഡർ. അത് ദേവരായ മാഷനെ 2 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാധരൻ ജോൺസൺ രവീന്ദ്രൻ ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മാഷിന്റെ ശബ്ദം ഒരു വേറൊരു. വിദ്യാധരൻ ജോൺസണും രവീന്ദ്രനും ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആ ഒരു തർക്കമുണ്ടായില്ല ഇവിടെ പാട്ട്, അറിയാലോ. അപ്പം അന്ന് ആദ്യം 2 പ്രാവശ്യം മനോരമയിൽ എഴുതി ഞാൻ വായിച്ചിട്ടില്ല. സത്യമല്ല, അങ്ങോട്ട് പറയുന്നത് മുഴുവൻ ശരിയാ. അസാധ്യമായിട്ടുള്ളൊരു BGM ചെയ്യുന്ന മനുഷ്യനായിരുന്നു. പിന്നെ സംശയം എന്താ, ഞെട്ടിക്കുന്ന ആളായിരുന്നു. ഓരോ സിനിമയിലെ ആളുടെ BGMs മാത്രം എടുത്താൽ നമുക്ക് അത് ഗംഭീരമായിട്ട് ആസ്വദിക്കാണ്ടാവും. വേറൊരാൾ ഇത് ചെയ്യില്ല. മർമ്മം കണ്ടെത്താന്ന് പറയില്ലേ, അത് ഒരു കഥയുടെ ഉള്ളിൽ ഉണ്ടാകുന്നതിൻ്റെ അതിൻ്റെ ഇമ്പാക്റ്റ് ജനങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ ആയാലാണ് വരിക എന്നുള്ളത്. ആ ബോധം ഗംഭീരമായിരുന്നു, സംശയമൊന്നുമില്ല. ചെറുപ്പം എങ്ങനെയായിരുന്നു? ചെറുപ്പ കാലഘട്ടത്തിൽ പരിചയം ഉണ്ടായിരുന്നല്ലോ. ഫീമെയിൽ പാടുന്ന ആള് ബാലയ്ക്കൊക്കെ
ആ സമയത്ത് വരെ എനിക്കറിയാം, ഞാനൊന്നും ഒരുപാട് കാലമായിട്ട് ഈ ഹാർമോണിയം കൊണ്ട് നടന്ന് നാടകത്തിന് ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊക്കെ ഇവരൊക്കെ ഈ മാതിരിയുള്ള ആളായിരുന്നു. അന്നൊക്കെ നല്ലോണം അറിയാം. ട്രാൻസ്ഫറൊക്കെ ഇട്ട് നടക്കുന്ന ഫെയിമേൽ പാടുന്ന ആളാണ്. സെൻറ് തോമസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അബ്സബ്ജനും ഇവനും ഒക്കെ അവിടെ പഠിക്കുമ്പോൾ ആറ്റ്ലി എന്ന് പറഞ്ഞ ഒരാൾ സുഹൃത്തായിരുന്നു, ആറ്റ്ലി കുഞ്ഞാണ്. അപ്പോൾ ആൾ മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം ഒരു പാട്ട് താടപ്പോൾ എനിക്ക് ഞങ്ങൾക്കവിടെ ഗ്രൂപ്പ് മ്യൂസിക്കിന് വേണ്ടിയിട്ട് പാട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു പാട്ട് കൊടുത്തിട്ട് അത് കൊണ്ടിട്ടാണ് മത്സരിക്കുന്നത്. ഇവർ രണ്ടാളും വയലിനും ജോൺസനും ഔസഫിനൊക്കെ അവിടെ പഠിക്കണം സംസ്കൃതരെ. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ സത്യം പറഞ്ഞാൽ മനസ്സിൽ നിന്ന് പോകാത്ത കാര്യങ്ങളാണ്. ആ കാലം പോലെ ബന്ധം അവരൊക്കെ ആയിട്ടും ഇന്നും ആ ബന്ധം നിലനിൽക്കുമായിരുന്നു. പക്ഷേ ഒരാൾ ഇപ്പം ഇല്ലല്ലോ. ഔസഫിനുണ്ട്, എപ്പോഴും കാണും. വളരെ സന്തോഷമുള്ള ആളെ തൃശ്ശൂർ ഏറ്റവും വലിയ നിലവാരത്തിൽ ഒരുപാട് പടങ്ങൾ ചെയ്തത് നല്ല രീതിയിൽ നിൽക്കുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് ഓരോ കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള പരിചയം. ജോൺസണൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് ഞാൻ ആദ്യം ഒരു സിനിമ ഞാൻ ചെയ്യാൻ വന്നപ്പോൾ അന്ന് ഓർക്കസ്ട്രയുടെ ചാർജ് അർജുന മാഷോട് ഞാൻ ചോദിച്ചു, ഗുരുനാഥനോട്, എന്താ വേണ്ടേ മാഷ്? ആ മക്കളെ വാ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ മാഷെടുത്താൽ പോയേ. അപ്പോൾ റഹ്മാൻ്റെ വീട്ടിൽ താമസിക്കുന്നത് ഒരു ഔട്ട് ഹൗസ് ഉണ്ട്, അവിടെയാണ് മാഷ വസതി. അവിടെ പോയി കണ്ടു, ഞാനും വിജയചേട്ടനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നമ്മുടെ ജോൺസണായാലോ എന്ന് ചോദിച്ചു. തമിഴന്മാരും ഭാഷ അറിയാത്ത ആൾക്കാരായാൽ എനിക്ക് ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനങ്ങൾ കയറി ചോദിച്ചു, ആലോചിച്ചിരിക്കുന്ന കണ്ടപ്പോഴേ ജോൺസണായ എങ്ങനെ മാഷ, ആ മിടുക്കണ ജോൺസൺ മിടുക്കണ, അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ജോൺസനെ വിളിച്ചത്. 4 പാട്ട് ഷേപ്പാക്കായിരുന്നു. മുറിയിൽ പോയി അവൻ്റെ മുറിയിൽ ഇരുന്നിട്ട് ഇതൊക്കെ ഏർപ്പാട് ചെയ്തു. എന്തിനു പറഞ്ഞു, കൽപ്പാന്തകാലത്തോളം ആദ്യം എടുത്തു, മറ്റുള്ള പാട്ടുകളെല്ലാം അവൻ തന്നെ. ഓർക്കസ്ട്രേഷൻ്റെ കാര്യത്തിൽ ഈ ചാർജും അത് ചെയ്ത് ജോൺസൺ നന്നായിട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ കാലൊക്കെ കഴിഞ്ഞു. ഒരു ചാനലിൽ എന്തോ ഒരു പരിപാടിയിൽ ജോൺസൺ പറഞ്ഞിട്ടാണ് എനിക്കത് മനസ്സിലായത്, ഇത് ഓർക്കസ്ട്ര ചെയ്തത് ഞാൻ സിനിമയ്ക്ക് വേണ്ടി ആദ്യം ചെയ്തത് സ്വതന്ത്രമായിട്ട്, അത് ഗംഭീരമായിട്ട് ലോക പ്രശസ്ത പാട്ടായില്ലേ, എന്തിനാ കൂടുതൽ ചെയ്യണത് എന്നൊക്കെ പറഞ്ഞിട്ട് ജോൺസൺ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ സ്ഥാനം, നമ്മുടെ ഒരു പടത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു കൊല്ലത്തിനുള്ളിൽ ജോൺസൺ സിനിമയ്ക്ക് പാട്ടുണ്ടാക്കി മിസ് ചെയ്തു. പിന്നെ അതേമാതിരി തന്നെ ചൂള എന്നുള്ള സിനിമയ്ക്ക് രവിചേട്ടൻ വന്നു. അത് ആദ്യം ഞാൻ തന്നെ 1, 2, 3 വിദ്യാധരൻ ജോൺസൺ രവീന്ദ്രനാ പറയാൻ പാടുള്ളൂ. അങ്ങനെയാണ് ജനങ്ങൾക്ക് അറിയണ്ടേ. പക്ഷെ ആരും അത് നിഷേധിക്കില്ല എന്ന് തോന്നുന്നു എനിക്ക്. വേണമെങ്കിൽ ഇത് കൊല്ലമൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ എടുക്കാം പരിശോധിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ദേവരായ മാഷ് പോലും പറഞ്ഞ് 1-2 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് പേപ്പർ കട്ടിങ്സൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇടയ്ക്ക് ഞാൻ വിട്ടുപോയതാണ്, മിസ് പമീലയിലെ ഒരു പാട്ടുണ്ട്, പുളകങ്ങൾ വിരിയുന്ന യാമങ്ങളിൽ എന്ന് പറയുന്ന, സിൽക്കും സുരേഷ് ഗോപി ചേട്ടൻ. അടിപൊളി പാട്ടാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ ഒരു കാലത്ത് ഉണ്ടാകുന്ന അങ്ങനെ ഒരുപാട് പാട്ടുകളും പടങ്ങൾ ഇറങ്ങാത്തതും ഇറങ്ങിയതുണ്ട്. ഇതും ചിത്ര ചേച്ചി പാടിയതാണ്. ചിത്രയാണ് ഇതും പാടിയത്. അത് ഓർമ്മയുണ്ടോ സാർ? പുളകങ്ങൾ വിരിയുന്ന യാമങ്ങളിൽ പുതുമഞ്ഞിൻ വനങ്ങളിൽ മെയ്യാകെ തളരുമ്പോൾ ഉള്ളാകെ വിളരുമ്പോൾ തരരി തരരി തരടി താ. പുളകങ്ങൾ വിരിയുന്ന യാമങ്ങളിൽ പുതുമഞ്ഞുള്ള നനങ്ങളിൽ നെയ്യാകെ തളരുമ്പോൾ ഉള്ളാകെ പിടയുമ്പോൾ തരരി 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 താ. പുളകങ്ങൾ വിരിയുന്ന യാമങ്ങളിൽ. നല്ല പാട്ടാ, ചിത്രാസായിട്ട് പാടിയിട്ടുണ്ട്. ഒന്ന് കേട്ടുള്ള ശബ്ദം അവ പറഞ്ഞപ്പോൾ സിൽക്കാണല്ലോ, സിൽക്കാണ്. അപ്പോൾ ചിത്ര അത് പറഞ്ഞപ്പോൾ അതിന് വിഷമം എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഞാൻ പറയിച്ചു ചേച്ചിക്ക് പാടാൻ പറഞ്ഞു കൊടുത്തേ. പാടി കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് പാടുള്ളൂ, ട്രാക്കൊന്നും കേൾക്കാൻ ഇഷ്ടമല്ല. കാരണം ഒരു പാട്ടിൻ്റെ മെലഡി അതെന്താണ് അതിൻ്റെ കൃത്യമായിട്ട് അടങ്ങിയിരിക്കുന്നത് ഒരു കമ്പോസർക്ക് അറിയുന്ന മാതിരി വേറെ ആൾക്ക് അറിയണമെന്നില്ല. വേറെ ആൾ അത് പാടിയ ട്യൂൺ ഗംഭീരവും നല്ല ട്യൂണാണ് അസലായി. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ അവർക്ക് പറ്റില്ലല്ലോ. എനിക്ക് ഇത് ഉണ്ടാക്കിയ ആൾക്കല്ലേ പറ്റുള്ളൂ. അതാണ് ബാബുക്കയുടെ പാട്ടൊക്കെ ബാബുക്ക് ഉണ്ടാക്കി പാടിയിട്ടുള്ളത്. ബാബുക്ക് പാടിയ പാട്ട് അദ്ദേഹം പാടി കേട്ടാൽ എന്തൊരു സുഖം. അത് വേറെ ആൾ പാടുമ്പോൾ അനവധി ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ. അദ്ദേഹത്തിന് കൂടി വരുന്ന ഒരു തബലിസ്റ്റ് ഉണ്ടായിരുന്നു, ആലപ്പി ഉള്ള കാലഘട്ടത്തിൽ.
അപ്പം അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വെളിച്ച വന്നേരം പാട്ട് പാടിയിട്ട് അങ്ങോട്ട് കൂടിയിട്ടുണ്ട്. ഒരു ദിവസം എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ എൻ്റെ സഹോദരനായിരുന്ന വേണുണ്ട്, തൃശ്ശൂർ വേണുണ്ടായിരുന്നു. അല്ല, അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു എനിക്ക്. ഒരു പാട്ടും കഴിയില്ല, അങ്ങനെ ഉണ്ടാക്കിയ പാട്ടും ഒക്കെ സൂപ്പർ ഹിറ്റാണ്. നമുക്ക് ഈ ഗസലിനോടുള്ള താല്പര്യം നമ്മുടെ ഈ കർണാടക സംഗീതത്തിൻ്റെ രീതിയിൽ നിന്ന് മാറിയിട്ട് ഒരു പാട്ട് ഇത്തരത്തിലുള്ള രൂപത്തിൽ വന്നത് ബാബുക്ക ഉണ്ടാക്കിയ പാട്ടാണ് അല്ലേ? മലയാളത്തിൻ്റെ ഗസലുകൾ മുഴുവൻ ബാബുക്കയുടെയാണ്. അത് ഡിപ്പെൻഡ് ചെയ്തിട്ട് വേറെ നമ്മുടെ ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതവിടെ മാറി നിൽക്കുക അല്ലേ? വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. വിദ്യാർ മാസ്റ്റർ ശരിക്കും ഹിന്ദുസ്ഥാനി രാഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അത് എങ്ങനെയാണ്? അതൊന്നും എനിക്കറിഞ്ഞിട്ടല്ല. ഒരു രാഗം ഇപ്പോൾ കർണാടക സംഗീതത്തിന് ഈ രാഗം ഇങ്ങനെ പറയണു, അതിൻ്റെ ആലാപന ക്രിയയിൽ ഹിന്ദുസ്ഥാനി ആകുമ്പോൾ ഇങ്ങനെ വരും, പേര് വ്യത്യാസപ്പെടും, അതിൻ്റെയൊക്കെ വേറെ പേരാണ്. ഈ രാഗം തന്നെ അത്. ഇപ്പം പിംപ്ലാസ് എന്ന് പറഞ്ഞാൽ ആഭേരിനെയാണ്, ആഭേരി രാഗത്തിന് പിംപ്ലാസ് എന്ന് പറഞ്ഞിട്ടില്ലേ? ഈ പിംപ്ലാസ് ആലാപനത്തിൽ അവരുടെ ഒരു സ്റ്റൈല് കോട്ട് ചെയ്ത് നമ്മൾ വരുമ്പോൾ അതായി. ഇപ്പോൾ ദാസേട്ടനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ഹിന്ദുസ്ഥാനി പഠിച്ച ആളല്ലല്ലോ. ആൾ എന്ത് ഗസൽ എന്ത് സാധനം ഒരു വിഷമമില്ല, അത് തൊണ്ടതിന് വഴക്കിയെടുക്കുക, നല്ല രീതിയിൽ ഏത് കളറും നമുക്ക് പാടി ഫലിപ്പിക്കാൻ പറ്റുക, അത് മനസ്സിലാക്കാൻ ശ്രമിക്കലാണ് ഒരു കലാകാരനെ സംബന്ധിച്ച്, സംഗീതത്തിനെ സംബന്ധിച്ച് പറയാനുള്ള ഏറ്റവും വലിയ സംഭവം. നമ്മൾ എത്ര കാലം ജീവിതമുണ്ട് അത്ര കാലം ഇത് എന്താണെന്ന് മനസ്സിലാക്കൽ മാത്രമാണ്, ഇതൊന്നും മനസ്സിലാവില്ല. അങ്ങനൊരു വിഷയം അത്. സാർ വാസ്തവത്തിൽ കടം കൊണ്ട ജീവൻ അലക്സ് പോളിന്റെ മ്യൂസിക് ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ആ പാട്ടൊന്ന് പാടുമോ? കടം കൊണ്ട ജന്മം പേറി മേലെ സംസാരം ഇങ്ങനെ പാട്ട് വാസ്തവത്തിൽ പാടിയിട്ടുണ്ട്. പാട്ടൊക്കെ അന്ന് പാടി കഴിഞ്ഞാൽ പിന്നെ അത് കേൾക്കുന്നില്ലാത്തതുകൊണ്ടേ എനിക്ക് ഓർമ്മയിൽ നിൽക്കില്ല, അതുകൊണ്ടാ. ഇത് നല്ല പാട്ടാ, പക്ഷെ നല്ല സീനും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പാടുന്നതാണ്. അതേപോലെ തന്നെ യൂസഫ് അലി കച്ചേരി സാറിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഒരുപാട് പാട്ടുകൾ അങ്ങനെ സിനിമയ്ക്ക് ചെയ്തിട്ടില്ല, പക്ഷേ രാഗതരംഗിണി എന്നുള്ള തരംഗിണിയുടെ ഒരു ഗംഭീര വർക്കാണ്. 11 പാട്ട് ഹിറ്റാണ്. ദാസേട്ട അത് വളരെ ഗംഭീരമായിട്ട് നമുക്ക് പാടിത്തന്ന വർക്കാണ്. ചിത്രയുണ്ട് അതിൽ 2 പാട്ട്, ഒരു പാട്ട് കമ്പൈൻറ്റും ഒരു പാട്ട് സോളോയും. അതിൽ ഫസ്റ്റ് തുടങ്ങുന്ന തന്നെ നല്ല ഇതാണ്. അമാവാസി നാളിൽ ഞാനൊരു പൂർണ്ണ ചന്ദ്രനെ കണ്ടു, അമാവാസി നാളിൽ ഞാനൊരു പൂർണ്ണ ചന്ദ്രനെ കണ്ടു, അഴിച്ചിട്ട കരിമുടിക്കിടയിൽ മിന്നും അഴകുറ്റ നിൻ മുഖമായിരുന്നു, അതൊരപൂർവ ദർശനമായിരുന്നു, അമാവാസി നാളിൽ ഞാനൊരു പൂർണ്ണചന്ദ്രനെ കണ്ടു. ആദ്യത്തെ പാട്ടാ. അതേമാതിരി നെന്മേനി നെന്മേനി വാഗപ്പൂവ്, എനിക്ക് നിന്നോട് പ്രണയമാണെന്ന് പറയുന്ന എല്ലാവരും, പൂജാമണിയറെ തുറക്കും വളരെ രോജാ രാജകുമാരി, അതൊക്കെ ഭയങ്കര ഇതൊരു പാട്ടാണ്. മന്മഥ ജ്വരത്തിന് മരുന്നറിയാമോ മാമ്പൂവും മണമുള്ള കാറ്റെ, വാനിൽ നന്ദിനി മേലെ പൂനില പാൽ ചുരത്തുമ്പോൾ എൺമണിക്കുട്ടനെ മാറോട് ചേർത്ത് അമ്മയിൽ നൽകുന്ന ഓർമ്മ വരും, നമ്മൾ ഒന്നിച്ച രാത്രികൾ ഓർമ്മ വരുന്നു, ഒന്നിച്ചിരിക്കുന്നത് ഓർമ്മ വരും. അതിൻ്റെ ഗംഭീര വരികളും പാട്ടുകളാണ്. അത് സിനിമാ പാട്ടിനേക്കാൾ ഒരു ഗംഭീരമായിട്ട് ഞങ്ങൾ സ്വീകരിച്ചതാണ്. അത് ഇന്നും എല്ലാവർക്കും വലിയ സംഭവമായിട്ട് പറയുന്ന പാട്ടുകളാണ്. പടത്തിന് ചെയ്തിട്ടില്ല, പടം ഇങ്ങനെ ഒരു 15 പാട്ട് വേറെയുണ്ട്, ഒരു 10-26 പാട്ട് മൂപ്പരായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. സിനിമയല്ല, പക്ഷേ എന്ത് തരത്തിലും ജനം സ്വീകരിച്ചാന്നറിയാം. തരംഗിണിയുടെ രാഗതരംഗിണി എന്നുള്ള വർക്കത്. ഈ അടുത്ത് മഹാവീര്യർ എന്ന് പറയുന്ന സിനിമയിൽ രാധേ രാധേ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഫറെന്റ് സോങ് പാടി, ഒരു നമ്മുടെ ഭാഷക്കാരനല്ല, ഒരു ഹിന്ദിക്കാരൻ ചെയ്തു. അതെ അതെ അതെ. രാധേ രാധേ വസന്ത രാധേ 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 വസന്ത രാധേ ഇതൊക്കെ ഞാൻ പാടുക. ഇടയ്ക്കിടയ്ക്ക് ഈ ഡിഫറെന്റ് ആയിട്ടുള്ള സോങ്ങിന് വിളിക്കുന്ന ഭയങ്കര രസമുള്ള, ഭയങ്കര രസമാണ്. പിന്നെ മറ്റേ ഈ പാട്ട് നമ്മുടെ ലവ് യു മുത്തേ ലവ് യു, അതെ, എന്ത് പറഞ്ഞാലും ലവ് യു എന്ന് കുഞ്ചാക്കോ ഓവനായിട്ട് പാടിയിട്ടില്ല പാടും. അത് പാടണം, അങ്ങനെ പാട്ട് അങ്ങനെ പാടെന്ന് പറഞ്ഞാൽ പാട്ടറിയില്ലേ. എൻ്റെ കയ്യിലത്തെ ഏറ്റവും വലിയ കുഴപ്പം അതാണ്. കഴിഞ്ഞ അതൊക്കെ ജനങ്ങൾക്ക് അറിയുന്ന പാട്ടുകളാണ്. അതെ അതെ അതെ.
തേനല്ലേ പാലല്ലേ കണ്ണമല്ലേ വേനല്ലേ വീഴല്ലേ കണ്ണില്ലേ താരിട്ടാരി തെറ്റി താരിട്ടാരി തെറ്റി താരിട്ടാരി തെറ്റി താരി തെറ്റി. ലവ് യു മുത്തേ ലവ് യു, നീ എന്തു പറഞ്ഞാലും ലവ് യു. നല്ലേ ഇങ്ങനെ പാട്ട് പാടിയിട്ട് അടിപൊളിയല്ലേ? അത് അടിപൊളിയാണ്. അത് നമ്മുടെ പത്മിനി നരസിംഹ കുഞ്ചാക്കോവന്റെ നല്ല പാട്ടാണ്. മസറായിട്ട് ജനം സ്വീകരിച്ചത്. ഇപ്പോഴും തുടരുന്ന യാത്രയിൽ ഇപ്പോൾ പുതിയ സങ്കേതങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ കൂടെ ചേർത്തിട്ടാണ് പോകുന്നത്, മ്യൂസിക് ചെയ്ത് പോകുന്നത്. അതിപ്പോൾ പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കൊക്കെ നമ്മളിപ്പോൾ യങ്സ്റ്റർമാരായിട്ടുള്ള ഇപ്പോഴത്തെ ഈ ന്യൂജൻ എന്ന് പറയുന്ന ആൾക്കാർക്കും നിറയെ പാട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ കാലത്ത് ഈ ട്രാക്കൊന്നും ഇല്ലാത്ത സമയത്ത് തുടങ്ങിയതാണ്. എഴുതി വെച്ചിട്ട് വരികൾ നോക്കി 2 ദിവസം റിഹേഴ്സൽ ചെയ്തിട്ട് അവിടെ നിന്ന് പാടി അവിടെ പഠിപ്പിച്ച് പിന്നെ സ്റ്റുഡിയോയിൽ പോകും. ഇതും ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ 2 തരത്തിലുള്ള അനുഭവം ഉള്ളതുകൊണ്ട് എന്തൊക്കെയാണ് രീതിയിൽ നമ്മൾ ഈ രംഗത്ത് നിൽക്കണമെങ്കിൽ പുതിയ ആൾക്കാരെ തള്ളി പറയാനോ ന്യൂജൻ എന്ന് പറഞ്ഞാൽ എന്ത് പാട്ടെന്നൊക്കെ പറയാൻ നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി. എന്തിനാത് പറയണേ? അവർക്കത് ആവശ്യമില്ല, അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. ഞാനൊക്കെ എൻ്റെ രീതിയിൽ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ തയ്യാറാണ്, ഞാൻ ചെയ്യുന്നുണ്ട്. അനവധി ഇപ്പോൾ ഒരു പടം വരാനുണ്ട്. ഒന്ന് മധു പാടി, ഒന്ന് നമ്മുടെ സിത്താരകൃഷ്ണന്മാർ പാടി. 2 പാട്ടേ ഉള്ളൂ. അതിപ്പോൾ അവിടെ റീറെക്കോർഡിങ് നടക്കുക കോട്ടയത്ത്. നല്ല പാട്ടുകൾ അവർക്ക് വലിയ ഇഷ്ടമായി. നല്ല ജനങ്ങൾക്ക് ഒരു FM റേഡിയോയിൽ റിലീസ് ചെയ്തു. ഈ അടുത്ത് കലാകാരന്മാരൊക്കെ രാഷ്ട്രീയ പാർട്ടികളിൽ ജോയിൻ ചെയ്യുന്നത് സംബന്ധിച്ച് ഒരു ആശയ വ്യക്തതയില്ലായ്മ വന്നിട്ടുണ്ടായിരുന്നു. ഈ കലാകാരന്മാരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സാറിൻ്റെ മനസ്സിൽ എന്താ തോന്നുക? ഞാൻ എന്തായാലും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. കലാകാരന്മാർ പലരും പല ആൾക്കാരുടെ രീതിയിലുള്ള ആൾക്കാരല്ലേ. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ തൃപ്തി, അവരെന്താ ചെയ്യുക അവരുടെ തൃപ്തി അനുസരിച്ച് ചെയ്യട്ടെ. നമ്മൾ കലാകാരനായിട്ട് ജീവിക്കാനോ ഇഷ്ടപ്പെടുന്നുള്ളൂ. അത് ഇനിയിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയോ മറ്റേ കോൺഗ്രസ്സുകാരോ BJP യോ ഇനി ഏത് പാർട്ടിയുടെ ആണെങ്കിലും അവരൊക്കെ എൻ്റെ സ്നേഹിതന്മാരും ഞാനായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരാണ്. പക്ഷേ ഞാൻ അതിലൊന്നും ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരും ഒരേപോലെയാണ് മനുഷ്യരെ. അപ്പം നമ്മൾ സ്നേഹിച്ച് സ്നേഹം കൊടുത്ത് ഒരാളും അപ്രിയമായിട്ട് പെരുമാറാതെ നമുക്ക് ഉള്ള കാലം സുഖമായിട്ട് ജീവിക്കാമെന്നാണ് എൻ്റെ മനസ്സിലുള്ള ഐഡിയയും എൻ്റെ നിലവാരം അതാണ്. അപ്പോൾ ആര് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ പാർട്ടി പൊക്കോട്ടെ. ഇനിയിപ്പോൾ അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവണമെങ്കിൽ അവരായിക്കോട്ടെ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. എനിക്ക് അതിലൊരു ഗുണവും വേണ്ട. എല്ലാവരും എൻ്റെ സ്വന്തമാണ്, അവർക്ക് ഞാനും സ്വന്തമാണ്. അതെ, അതല്ല ഏറ്റവും വലിയ കലാകാരനാകുമ്പോൾ നമുക്ക് ഞാൻ കലാകാരനപ്പോൾ ഒരിക്കൽ സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ്റെ സമയത്ത് ലുലുവിൽ ഞാൻ പോയിരുന്നു. അപ്പോൾ അത് ഇരുന്നപ്പോൾ CPIയുടെ ആൾക്കാർ എൻ്റെ അടുത്തേക്ക് 2-3 ആൾ വീട്ടിൽ വന്നു. എന്താ മാഷ അങ്ങോട്ട് പോയെന്ന് വെച്ചിട്ട്. എന്താ എനിക്ക് പോയാൽ ഞാൻ കലാകാരനല്ലേ, അയാൾ സിനിമക്കാരനല്ലേ. അങ്ങോട്ട് ഞാനും സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളാണ്. അപ്പോൾ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പ്രസംഗിക്കാൻ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ സംസാരിക്കാണ്ട് പോന്നു അവിടെ നിന്ന് വേദിയിൽ നിന്ന്. അതിനെന്താ എനിക്ക് ഇത്ര പുലിവാല് ഇങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് എനിക്കറിയില്ല. അതിപ്പോൾ കോൺഗ്രസ്സുകാരായിട്ടും പോവും, CPIയുടെ ആൾക്കാർ അവർ സ്വന്തമായിട്ട് ഞാൻ എല്ലാത്തിനും പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ CPI കാരനെന്നോ LDF കാരനെന്നൊന്നും പറയേണ്ടതെന്ന് എനിക്ക് താല്പര്യമില്ല. ഒരു പാർട്ടി ചേരാനും പോകില്ല. അതാണ്. അപ്പോൾ അങ്ങനെ തന്നെ എല്ലാവരുടെയും മനസ്സിൽ കുടികൊള്ളുന്ന കലാകാരനായി അങ്ങനെ തന്നെ തുടരും. ഈ കുറച്ച് ഗാനങ്ങളെ ഉള്ളുവെങ്കിലും അതെല്ലാം നമ്മുടെ മനസ്സിൽ അങ്ങനെ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ അതേപോലെ ഇനിയും കുറച്ച് ഗാനങ്ങളും കൂടെ ഞങ്ങൾക്ക് വേണം. അത് ആ സബരിയെ തുടരുക. തീർച്ചയായിട്ടും സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെയേറെ നന്ദിയുണ്ട് സാർ. സന്തോഷം. ഞാൻ ഈ പറയുന്നത് ഒരു കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുക. പാട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നല്ല തിരക്കാണ്. ഇപ്പോഴും അനവധി പാട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് ആര് കേട്ടു, ആരെ കേൾപ്പിച്ചു, ഇതൊന്നും ഒരു വിഷയമല്ല. നമുക്ക് പറ്റാവുന്ന കാര്യം ചെയ്യുക. അതിന് ആൾക്കാർ അന്വേഷിച്ച് വരുമ്പോൾ അത് ഭംഗിയായിട്ട് ചെയ്താൽ കൊടുക്കുക. ഇത് കേൾപ്പിക്കാനോ അതിന് മാർക്കറ്റ് ചെയ്യാനോ ഈ കാര്യം നമുക്ക് അറിയാത്തോണ്ടേ ടെക്നോളജി പിന്നെ ഈ സ്വന്തം മാർക്കറ്റ് ചെയ്യുന്ന രീതി ഇന്നിവിടെ ധാരാളം ഉണ്ട്. ഇത്ര ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മളങ്ങനെ സ്വന്തം മാർക്കറ്റ് ചെയ്യാൻ എനിക്ക് അറിയില്ല. പടി നമ്മൾ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, സത്യസന്ധമായിട്ട് ചെയ്യാൻ നിൽക്കുക.